കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ പ്രതി ബി.ജെ.പി. നേതാവ് കൂടിയായ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നാളെയാണ് ശിക്ഷ പ്രഖ്യാപിക്കുക. 2020 ജനുവരിയിലാണ് 4ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിയെ അധ്യാപകനായ പത്മരാജൻ പീഡിപ്പിച്ചത് എന്ന കേസുണ്ടായത്. അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അങ്ങനെയാണ് എഫ്ഐആർ ഇട്ടെങ്കിലും പിന്നീട് അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചിലർ അവരുടെ വെറും കുട്ടികളെ ബാലപീഡനം മാത്രം ആക്കിക്കൊണ്ടാണ് കുറ്റപത്രം കൊടുത്തത്. അതിനെതിരെ അന്നത്തെ പ്രോസിക്യൂഷൻ ഹെഡായിട്ടുള്ള നമ്മളെ BP ശശീന്ദ്രൻ വക്കീലടക്കം കോടതിയിൽ പരാതി കൊടുക്കുകയും കുട്ടിയുടെ ഉമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതിൽ തന്നെ രാഷ്ട്രീയ അന്തർനാടകം എന്നൊക്കെ പല പരാതികളും പല കോണുകളിൽ നിന്നും വന്നു. പക്ഷേ പിന്നീട് വന്ന പല ഉദ്യോഗസ്ഥന്മാരും നിഴലിൽ അവരെപ്പറ്റി ചില അവമതിപ്പുകൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് കുറ്റപത്രവും അതുപോലെ തന്നെ അന്വേഷണം നടന്നു നീങ്ങിയത് എന്ന് ഈ കുട്ടിയുടെ ബന്ധുക്കൾക്ക് ആരോപണം വരുന്നു. പക്ഷേ അവസാനം നടത്തിയ ടി.കെ. രത്നകുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതിന് എനിക്ക് തോന്നുന്നത് ആ കുറ്റപത്രം കൊടുത്ത രത്നകുമാറിനും ടീമിനും പ്രോസിക്യൂഷന് പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്താൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതങ്ങനെ അത് മാധ്യമങ്ങളിലൊക്കെ കണ്ടുവെങ്കിലും അത് കോടതിയിൽ അതൊരു ചർച്ചാ വിഷയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ പ്രോസിക്യൂഷൻ എന്ന രീതിയിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അല്ല, അത് അദ്ദേഹത്തോട് ചോദിക്കുന്നതായിരിക്കും, ഇപ്പോൾ വിധി വന്ന നിലക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി എന്നാണ്. അതിൻ്റെ ഒതൻറ്റിസിറ്റിയെ സംബന്ധിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ബിജീഷ് ഗോവിന്ദൻ കൂടുതൽ വിവരങ്ങളുമായി. ബിജീഷ്, ഈ കേസിന്റെ ഒരു ചരിത്രം, പശ്ചാത്തലം, പ്രാധാന്യം എന്താണ്? ഇത് ഏറെ പ്രമാദമായ കേസായിരുന്നു. ഇതിനകത്ത് 2020 ജനുവരി അതുപോലെ തന്നെ ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ പാലത്തായി പീഡനക്കേസ് നടക്കുന്നത്. LP വിദ്യാർത്ഥിയായിട്ടുള്ള കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ്. ആദ്യം പാനൂർ ലോക്കൽ പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. പക്ഷേ ഈ കുറ്റപത്രത്തിനകത്ത് ഇയാൾക്കെതിരെയുള്ള തെളിവുകളില്ല. കുട്ടിയുടെ മൊഴി പരസ്പര വിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു ലോക്കൽ പോലീസ് റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കേസ് ഇതിനകത്ത് അന്വേഷണം ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുട്ടിയുടെ അമ്മ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി. തുടർന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ഇതിന്റെ അന്വേഷണത്തിനായി നിയോഗിക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ചും ഇതിനകത്ത് കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിയെ രക്ഷപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭം ഉയർന്നിരുന്നു. കുട്ടിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെട്ട കർമ്മസമിതി ഇതിനെതിരെ രംഗത്ത് വരികയും ഈ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിനെതിരെ ഇടക്കാല കുറ്റപത്രത്തിനെതിരെ ഹൈക്കോടതിയിൽ കുടുംബം പരാതി നൽകി. തുടർന്ന് ഇതിനകത്ത് വീണ്ടും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ IG-യും അതുപോലെ തന്നെ 2 വനിതാ IPS ഓഫീസർമാരും അടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇതാണ് ഈ കേസിനകത്ത് ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയത്. വനിതാ IPS ഓഫീസർമാരടക്കമുള്ള അന്വേഷണം കുട്ടിയിൽ നിന്ന് പ്രത്യേകമായി മൊഴിയെടുത്തു. മണിക്കൂറുകൾ നേടുന്ന മൊഴിയെടുപ്പിനകത്ത് ഈ കേസിന്റെ അകത്ത് നിർണായകമായിട്ടുള്ള തെളിവുകൾ ഈ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചു. സ്കൂളിലെ ശുചിമുറിയിൽ കുട്ടിയെ പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തി. കുട്ടിയിലെ ടൈലിൽ നിന്ന് രക്തക്കറ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ കുറ്റപത്രം നൽകിയത് അന്വേഷണ സംഘത്തിലെ IPS ഉദ്യോഗസ്ഥർ അല്ലായിരുന്നു. അതിനകത്തുണ്ടായിരുന്ന അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന DYSP ആണ് ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം നൽകിയത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നൽകിയ കുറ്റപത്രത്തിൽ ഇപ്പോൾ പ്രത്യേക പോക്സോ കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷ നാളെ വിധിക്കും. ഇത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അനുസരിച്ച് ജീവപര്യന്തവും ഒപ്പം തന്നെ വധശിക്ഷയും ലഭിക്കാവുന്ന കുറ്റങ്ങൾ പ്രതി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. ഇതിനകത്ത് ശിക്ഷ നാളെ ഉണ്ടാകും. നിഷാദ്. ശരി, B.J.P. നേതാവ് പത്മരാജൻ പാലത്തായി പീഡനക്കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ശിക്ഷ നാളെയാണ് വിധിക്കുക. വലിയ വിവാദ കോളിലൊക്കെ ഉണ്ടാക്കിയ കേസാണ്. അട്ടിമറിയുടെ പലതരം ശ്രമങ്ങളിലൂടെ കടന്നുപോയ കേസ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആ കേസിലാണ് ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി, തലശ്ശേരി കോടതി കുറ്റക്കാരനാണ് പത്മരാജൻ എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷ നാളെയാണ് വിധിക്കുക.